ഹായ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് പീപ്പിൾ പ്ലീസർ അല്ലെങ്കിൽ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. യു ഡോണ്ട് ഹാവ് ടു ഡിം യുവർ ലൈറ്റ് ടു മേക്ക് അതേഴ്സ് കംഫർട്ടബിൾ. ഈ ഒരു കോട്ടോടുകൂടി തന്നെ തുടങ്ങാം. ട്രൂ സ്ട്രെങ്ത് ലൈസ് ഇൻ ഹോണറിങ് അവർ ഓൺ നീഡ്സ് ആൻഡ് ബൗണ്ടറീസ്. അതായത് നമുക്ക് ചുറ്റിനുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുണ്ട്. പീപ്പിൾ പ്ലീസർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ ഒരു രീതി. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനൊക്കെ മെജോറിറ്റി ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങളും ഈ പറഞ്ഞ പോലെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ പെടുന്നവരാണ്. അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം വന്നിട്ട്, ഞാൻ നോ പറയാൻ സ്വയം ബുദ്ധിമുട്ടാറുണ്ടോ? ഇനി നോ പറയേണ്ടി വന്നാൽ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സ്വന്തം ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ അടക്കി വെക്കാറുണ്ടോ? അതേപോലെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി സ്വന്തം അഭിപ്രായം, ആഗ്രഹങ്ങൾ, അതുപോലെ സ്വഭാവം ഒക്കെ മാറ്റാറുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നിങ്ങൾക്ക് യെസ് എന്നാണെങ്കിൽ നിങ്ങളും ഒരു പീപ്പിൾ പ്ലീസറാണ്, അല്ലെങ്കിൽ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഒരു വീട്ടിലെ മൂത്ത കുട്ടിയാണെങ്കിൽ പെട്ടെന്നൊരു അനിയനോ അനിയത്തിയോ വരുമ്പോഴത്തേനും ഫുൾ അറ്റൻഷൻ അവരിലേക്ക് പോകുമോ എന്ന് പേടിച്ച് പെട്ടെന്ന് ചേഞ്ച് ആവും. മേ ബി അയാളൊരു നല്ല കുട്ടിയായിട്ട് എല്ലാ കാര്യം നല്ലത് ചെയ്യും, എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ തലയിലാണ്, ഓക്കെ ഒരു ചേച്ചിയായി എന്നൊരു ചുറ്റുപാടുള്ളവർ നമുക്ക് കൊണ്ടുതരുന്ന അല്ലെ ചാർത്തുന്ന ഒരു പട്ടം, മൂത്ത ചേച്ചി കുട്ടി അല്ല ചേച്ചി, ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെറിയ പ്രായത്തിൽ എടുക്കുന്നവർ ഈ പറഞ്ഞ പോലെ പീപ്പിൾ പ്ലീസർ ആവും. എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം നല്ലപോലെ ചെയ്യും, നീ അവനെ കണ്ടുപിടിക്കുക. നേരെ മറിച്ച് നമ്മുടെ അടുത്തുനിന്നൊരു തെറ്റ് വന്നാൽ എല്ലാവരും പറയുന്നുണ്ടാവാം, നിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഈ തെറ്റ് പ്രതീക്ഷിച്ചില്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഭയക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആയിട്ട് മാറുന്നത്. ഈവൻ നമുക്ക് ചിന്തിക്കുന്നില്ല, ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ എനിക്ക് ഇങ്ങനെ പിന്നെയും പണി തരുന്നത്? ഒരു ഓഫീസിലാണെങ്കിൽ നോ പറയാൻ ബുദ്ധിമുട്ടാണ്, ഒരു വർക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തു, അങ്ങനെ ചെയ്തു, പിന്നെയും വർക്ക് വരുന്നു, എനിക്ക് ശരിക്കും ഞാൻ ഡ്രെയിൻ ആവുന്നുണ്ട്, എനിക്ക് ആ വർക്ക് അറ്റ് എ ടൈം എനിക്ക് ഒന്നേ നോക്കാൻ പറ്റുന്നുള്ളൂ, എന്നാലേ എനിക്കത് വൃത്തിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷെ വർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എനിക്ക് പറ്റണില്ല. ഇതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് നോ പറയാൻ പറ്റാണ്ട് വരുന്നു. എന്താ അങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്ക് വയ്യേലും ഞാൻ അവിടെ ഉണ്ടാവണം, കാര്യം അവർ എന്നെ വിചാരിച്ചിട്ടായിരിക്കും അവിടെ അത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം ഞാനൊന്നും ഒരാൾ പെട്ടെന്നത് മാറിയാൽ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയോ അങ്ങനത്തെ കാര്യങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് അവരെ കെയർ ചെയ്യുന്നു. നമുക്കും ഈ പറഞ്ഞ കെയറിങ്ങും നമുക്കും ഈ പറഞ്ഞ പ്രയോറിറ്റിയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്, നമുക്കും ഇതൊക്കെ അത്യാവശ്യമാണ്, പക്ഷേ നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ? അതേപോലെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഇപ്പം അതുകൊണ്ടാണ് എനിക്ക് നോ പറയാനൊരു ബുദ്ധിമുട്ട്, അതുപോലെ എനിക്ക് പറ്റുന്നില്ല, നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമമായാലോ, അല്ലെ അവർ എന്താ പറയുക, എങ്ങനെയായിരിക്കും നമ്മളെ കാണുന്നത്? അതൊരു നന്മമരമായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, അവർ നമ്മളെ തള്ളിപ്പറഞ്ഞാലോ, ഈ ഒരൊറ്റ കേസിൻ്റെ പേര് എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്താലോ. റിജക്ഷൻസ് ഒരിക്കലും നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല അല്ലേ? അപ്പോൾ ഈ ഒരു റിജക്ഷനെ ഭയന്നിട്ട് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുവാണെങ്കിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ നോ പറയാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിലെ മടി എന്നതിന് മേ ബി ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ആദ്യത്തെ ഈ ഒരു ബുദ്ധിമുട്ടാണ് ഈ നോ പറയാനും കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് എന്തായിരിക്കും സംഭവിക്കുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഉണ്ടാവുക, ഇങ്ങനെ കുറേ ചിന്തകളും നമ്മുടെ മനസ്സിലോട്ട് വരും. ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാവരുടെ അടുത്തും നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വളരെ റെയറായിട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ബൗണ്ടറി ഞാൻ പറഞ്ഞു. അതേപോലെ നമ്മുടെ ഡ്രസ്സ് വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന് വേണേൽ ഷെയർ ചെയ്യാം,
സിസ്റ്ററിന് വേണേൽ ഷെയർ ചെയ്യാം. പക്ഷേ ഇപ്പം സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ചോദിക്കുമോ അല്ലെങ്കിൽ അത് ഇതാ നമുക്ക് പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? വസ്തുക്കളുടെ മേലുള്ള ബൗണ്ടറീസ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടും തോന്നും. അപ്പോൾ ഈ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് വളർച്ചയുടെ ഭാഗമാണ്. നമുക്കിപ്പോൾ ആദ്യം ആ ഒരു നോ പറയുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കുറ്റബോധവും നമുക്കൊരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയേക്കാം. പക്ഷെ അത് മനസ്സിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇത് നോർമലാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഐ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുക. അതായത് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, കാര്യം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താണോ പറ്റുന്നത് അതേക്കുറിച്ച് സംസാരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ബോസ് നമുക്ക് കണ്ടിന്യൂസ് വർക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ 2 വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതൊന്ന് തീർത്തിട്ട് അടുത്തത് നോക്കാം, എനിക്കിപ്പോൾ എല്ലാം കൂടെ പറ്റില്ല എന്നുള്ളത് ഓപ്പണായിട്ട് പറയാം. അവിടെ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ പറഞ്ഞ ബൗണ്ടറീസൊക്കെ പതിയെ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ പീപ്പിൾ പ്ലീസറായി ജീവിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പതിയെ റിയലൈസേഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിൽ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ആ ഒരു നേച്ചർ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് പതിയെ മാറ്റാൻ ശ്രമിക്കുക. പതിയെ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ യെസ് ഉണ്ട്, അതിൽ എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെ ബൗണ്ടറീസാണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതേപോലെ നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.